എല്ലാവരും വന്നെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഷോർട്ട് നോട്ടീസിൽ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ഒരു ചെറിയ ഒരു അഭിമുഖത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായി ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പുതുതായി വന്നിട്ടുള്ള FCRA അമെൻമെൻറ്റിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിച്ചത് ഒന്ന് പങ്കുവയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദീകരണം തേടാൻ സാധിക്കും. നൂറ്റാണ്ടുകളായി ഭാരതത്തിലെ ക്രൈസ്തവർ അവരുടെ അധ്വാനത്തിൽ നിന്ന് പടുത്തുയർത്തിയ ദൈവാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അനാഥ മന്ദിരങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തിനും കെട്ടുറപ്പിനും അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏവരും അംഗീകരിക്കുന്നതാണ്. ഇത്തരം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ സ്വയം പര്യാപ്തതയുടെ അപര്യാപ്തത മൂലം നാട്ടിലെയും മറ്റ് ദേശങ്ങളിലെയും അഭ്യുദയകാംക്ഷികളിൽ നിന്ന് ലഭിച്ച ചെറുതും വലുതുമായ സംഭാവനകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ സംഭാവനകൾ എപ്പോഴും രാജ്യത്തിൻ്റെ നന്മയ്ക്കും രാജ്യ താൽപ്പര്യത്തിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. 1976 നിലവിൽ വരികയും 2010 പരിഷ്കരിക്കുകയും ചെയ്ത ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് അതിപ്പോൾ 2026 മാർച്ചിൽ അത് അമെൻഡ് ചെയ്ത് പാർലമെൻറ്റിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ബില്ലിലെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പ്രത്യേക അതോറിറ്റി വരികയാണ്. ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. ലൈസൻസ് റദ്ദാക്കപ്പെടുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ പുതുക്കി നൽകാതിരിക്കുകയോ ചെയ്യുന്ന NGOകളുടെ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതോ വാങ്ങിയതോ ആയ സ്വത്തുക്കൾ ഏറ്റെടുക്കാനും കൈകാര്യം ചെയ്യാനും വിൽക്കാനും അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ഈ പുതിയ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. മറ്റൊരു മാറ്റം സ്വത്തുക്കളുടെ സ്ഥിരമായ ഏറ്റെടുക്കലാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ NGOകൾക്ക് തങ്ങളുടെ ലൈസൻസ് തിരികെ ലഭിച്ചില്ലെങ്കിൽ ആ സംഘടനയുടെ സ്വത്തുക്കൾ പൂർണ്ണമായും സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെടും, പെർമനൻ്റ്ലി വെസ്റ്റഡ്. ഈ സ്വത്തുക്കൾ പിന്നീട് സർക്കാർ ഏജൻസികൾക്ക് കൈമാറുകയോ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം. അടുത്ത ഒരു വ്യത്യാസം, കൂടുതൽ പേർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം നൽകുന്ന ഒരു ബില്ല്. അതായത് നിയമലംഘനം നടന്നാൽ സംഘടനയുടെ പ്രധാന ഭാരവാഹികൾക്ക് പുറമെ ഡയറക്ടർമാർ, ട്രസ്റ്റിമാർ, പാർട്ട്ണർമാർ തുടങ്ങിയവരിലേക്ക് നിയമപരമായ ഉത്തരവാദിത്വം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബില്ല് വിവാദമാകുന്നത്? ധാരാളം സന്നദ്ധ സംഘടനകളും സഭകളും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും സഭയും എല്ലാം ഈ ബില്ലിനെക്കുറിച്ച് ഈ പ്രത്യേകമായ നിരീക്ഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഏകാധിപത്യപരമായ ഒരു അധികാരം ഈ ബില്ലിലൂടെ നൽകപ്പെടുന്നു. അതായത് കോടതിയുടെ യാതൊരു ഇടപെടലും ഇല്ലാതെയും കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സംഘടനകളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ സർക്കാരിന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നതാണ് ഈ ഒരു വലിയ വെല്ലുവിളി. ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ നിന്നുകൊണ്ട് നിയമപരമായി കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപോ വിശദീകരണം നൽകുന്നതിന് അവസരം നൽകാതെയോ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് സർക്കാർ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുകയോ പൗരാവകാശങ്ങൾ ധ്വനിക്കപ്പെടുകയോ ചെയ്യാം.
ലൈസൻസ് റദ്ദാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 21,900 അതിലധികം NGOകളുടെ FCRI റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മിക്കവയും നിസ്സാരമായ കുറവുകൾ കണ്ടെത്തി റദ്ദാക്കപ്പെട്ടവയാണ്. ഈ പുതിയ നിയമം കൂടി വരുമ്പോൾ പല സംഘടനകളുടെയും പ്രവർത്തനവും നിലനിൽപ്പും പ്രതിസന്ധിയിലാകും. വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതും ഫണ്ടുകൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നതും തടയാനും സുതാര്യത ഉറപ്പുവരുത്തുവാനുമാണ് ഈ കർശന നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിശദീകരണം. യഥാർത്ഥ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടനകളെ ഈ നിയമം ബാധിക്കില്ലെന്ന് സർക്കാർ വിശദീകരിച്ച് പറയുന്നുണ്ട്. മറ്റൊരു ചിന്ത പങ്കുവയ്ക്കുന്നത് ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കല്ലേ പേടിക്കേണ്ടതുള്ളൂ. സർക്കാരിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പരസ്യമായി പറഞ്ഞ ഒരു കാര്യം നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നവരെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. അപ്പോൾ ഒരു വിഭാഗത്തിനും എതിരല്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അത് വിളിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്. ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ലോകോത്തരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സാമൂഹിക ക്ഷേമ കേന്ദ്രങ്ങളും ആരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന പരിപാലനാ കേന്ദ്രങ്ങളും അത് ഈ പുതിയ നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിലും കണ്ടെത്തുന്ന പിഴവുകളുടെ അടിസ്ഥാനത്തിലും അത് നിരോധിക്കാനും കണ്ടുകെട്ടാനും ആ വസ്തുക്കൾ സർക്കാരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാനും ഒക്കെ അധികാരം നൽകുന്ന ഒരു പുതിയ ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നിലവിൽ FCRI നിയമമുണ്ടല്ലോ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നമുക്കിവിടെയുണ്ട്. അത് കർശനമാണ്. അതിന് പ്രകാരമാണ് 16,000-ഓളം NGOകളുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് FCRI. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരളവും ബംഗാളും തമിഴ്നാടും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രത്യേകതയിൽ പാർലമെൻറ്റിൽ ഈ സംസ്ഥാനങ്ങളിലെ MPമാരൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ തുടക്കത്തിൽ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യം, അതിൻ്റെ ഒരു അനൗചിത്യം അത് ചോദ്യമായി നിൽക്കുകയാണ്. ഇത് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതേക്കുറിച്ച് ഒരു പുനരാലോചന ആവശ്യമാണ് എന്ന് പറയുക. ഇതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നിട്ടില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടി അവർ ഇതങ്ങനെ ഗൗരവമായി അല്ല അങ്ങനെ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല. കോടതി നിരീക്ഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേരെ നിയമിച്ചു. അവിടെയും ക്രൈസ്തവ പ്രാതിനിധ്യം അവിടെ ലഭിച്ചിട്ടില്ല. മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ, ഭരണഘടന നൽകുന്ന ഉറപ്പ്, ഇതെല്ലാം പൂർണ്ണമായി പാലിക്കപ്പെടണം എന്നുള്ളത് ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ ക്രൈസ്തവരിലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും അസ്വസ്ഥത സ്വാഭാവികമായി ജനിപ്പിക്കുമല്ലോ.
ഈ കഴിഞ്ഞ ദിവസമാണ് പ്രവേശന പരീക്ഷ JEE-യുടെ പ്രവേശന പരീക്ഷ ഈസ്റ്റർ, ദുഃഖവെള്ളി, പെസഹാവ്യാഴം ദിവസങ്ങളിലൊക്കെ വെച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഞാൻ ഒരു കത്തയച്ചിരുന്നു. ബഹുമാന്യനായ സുരേഷ് ഗോപി മന്ത്രി അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തയക്കുന്നതാണ് നല്ലത്, അദ്ദേഹം ആ കാര്യം ഓഫീസിൽ എത്തിച്ചുകൊള്ളാമെന്നും. അപ്പോൾ ചെറിയൊരു ആശ്വാസമായി ഒരു ഉത്തരവ് വന്നത് പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളതല്ല, പരീക്ഷ എഴുതുന്നവർക്ക് വേറൊരു ദിവസം കൂടി ഓപ്ഷൻ കൊടുക്കാം. ഇനിയും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് പരിശീലനം വെച്ചിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അപ്പോൾ പറയുന്ന ഒരു വിശദീകരണം, ഈ ഇലക്ഷൻ അടുത്തു പോയതുകൊണ്ട് ഇങ്ങനെ വളരെ കോമ്പാക്റ്റായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇലക്ഷൻ വെച്ചത് ഇവിടുത്തെ ജനങ്ങളല്ലല്ലോ ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഇത്രയും ഒരു കോമ്പാക്റ്റായി ഇതെല്ലാം വരുമെന്നുള്ളത് ജനങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന നടത്തിപ്പുകാർക്കാണ്. അപ്പോൾ ഇത് പടിപടിയായി ഇങ്ങനെയുള്ള ആശങ്കകൾ ചെറുതാണ് എന്നൊരുപക്ഷെ ദൂരെ നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിലും ഇതനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണ്. ദുഃഖവെള്ളി, പെസഹ വ്യാഴം എന്നുള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്വം പരിശീലനത്തിനായി വിളിച്ചാൽ അത് പോകാതിരിക്കുക അത് സാധ്യമല്ല. അപ്പോൾ ഇവർക്ക് ഈ ശുശ്രൂഷകളിലെ ചടങ്ങുകളിലൊന്നും സംബന്ധിക്കേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന ഒരു ഭരണഘടന മുമ്പിൽ വെച്ചുകൊണ്ട് അധികാരമേൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാ വിഭാഗങ്ങൾക്കും കൂടി അനുഭവേദ്യമായി വരേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ FCRAയുടെ പുതിയ ഒരു നിയമം വന്നിരിക്കുന്നത്. ഇത് ക്രമാനുഗതമായി ഇങ്ങനെ വരുന്ന അസ്വസ്ഥതകൾ വളരെ ആശങ്ക ഉളവാക്കുന്നു എന്നുള്ളതാണ്. സഭകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CBCI, അതുപോലെ കേരള കത്തോലിക്ക സഭയുടെ സമിതി, ഇന്ന് ഞങ്ങൾ വൈകുന്നേരം KCBCയുടെ ഒരു പൂർണ്ണ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും മറ്റ് സഭാധ്യക്ഷന്മാരുണ്ട്. എല്ലാ സഭകളിലെയും സഭാധ്യക്ഷന്മാർ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലും ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന നിലയിലുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സഭകളെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സംസ്ഥാനത്ത് ദേശീയ തലത്തിലുള്ള പ്രധാന പാർട്ടികൾ എല്ലാം ആവശ്യപ്പെടുന്ന കാര്യം, ഇതിന് റിവിഷൻ ആവശ്യമാണ്, ഇത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. അതുതന്നെയാണ് സഭ മുൻപോട്ട് വയ്ക്കുക. ഇത് പുനഃപരിശോധിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യം പൗരത്വ ബില്ല് വരിക, അതുവഴി മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായി ആശങ്കയിലാണ്. അതിനിടയിലാണ് ക്രൈസ്തവ സമൂഹത്തെ കൂടി ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ FCRA നിയമം ഭേദഗതി വരുന്നത്. അപ്പം ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ വരുത്താനുള്ള നീക്കം നടക്കുന്നു, അങ്ങനെ സംശയിക്കുന്നുണ്ടോ? നമ്മൾ ഈ കണ്ടുവരുന്ന ചില കാര്യങ്ങളിൽ ഉള്ള നിരീക്ഷണം അതാണ്. അതായത് ഇതിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഒന്ന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി ഈ കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അനേകം നിയമങ്ങളുണ്ട്. അതിപ്പോൾ പൊടുന്നനവേ ഇപ്പോൾ FCRA നിയമത്തിൽ വരുന്നതിന് എന്താ കാരണം? അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായി മനുഷ്യർക്ക് വരുന്നത് ഇതാണ്, ഇത് ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഇങ്ങനെ ഒരു പരിധിയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ ആ ആളിനെ കുറ്റം പറയാനാവില്ല. അതില്ലാതാക്കുകയാണ് ഈ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം. ഈ
ഈ കഴിഞ്ഞ കുറച്ചുകാലമായിട്ട് ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമമൊക്കെ BJP നേതാക്കളുടെ ഭാഗത്ത് ഇപ്പോൾ ക്രിസ്മസ് തീയതിയിൽ കേക്കുമായി എത്തുന്നു, അങ്ങനെയൊക്കെ കുറെ കാലമായ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്, അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അത് ക്രൈസ്തവരെ മാത്രമല്ല, കേക്ക് എല്ലാവർക്കും നല്ലതല്ലേ, ക്രിസ്ത്യാനിക്ക് മാത്രമല്ലല്ലോ കേക്കിൻ്റെ മധുരമുള്ളത്, എല്ലാവർക്കും നല്ലതാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തണം, ഒരു വിഭാഗവും അകന്നു പോകരുത്. ദേശം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ഭരണഘടനയും ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്വവും സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഭരണാധികാരിയുടെ മികവ്. അപ്പം അതുകൊണ്ട് അത് ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതല്ലേ നമ്മുടെ പൊതുവായ നിലപാട്. അതിൽ വ്യത്യസ്തമായി നമ്മളത് ചിന്തിക്കുന്ന വിഷയമേ അല്ല. ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തിനുള്ളിലുള്ള തീവ്രവാദമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനോ ചൈനയോ അല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, രാജ്യത്തിനുള്ളിൽ തന്നെ തീവ്രവാദമാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ മണി ലോണ്ടറിങ്, അതോടൊപ്പം തന്നെ ഈ പണം ഒഴുക്കുന്നത് ഈ ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ കർശനമാക്കുന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സഭയടക്കമുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ അത് പരിഹരിച്ചതിന് ശേഷം അവരുടെ ആ കൺഫ്യൂഷൻ മാറ്റിയതിനു ശേഷമേ നടപ്പാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ BJP-യുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊരു ചർച്ച ഉണ്ടായോ എപ്പോഴെങ്കിലും സഭയുമായി? എനിക്കറിയാവുന്ന ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇനി ഞാൻ ഇപ്പോൾ ഈ TV-യിലൊക്കെ കാണുന്ന കാഴ്ച ചർച്ചയില്ല എന്നാണ്. ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ട ചർച്ചയില്ലെന്ന് ഇനിയും പറയുന്നത്. ചർച്ച ആരോട് നടത്തി? ഔദ്യോഗികമായി ഒരു ബോഡിയിലും ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയായിട്ട് അറിഞ്ഞുകൂടാ. ഇനി ഇങ്ങനെയുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഇത് പൊതുവായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ഒരു അപ്പെക്സ് ബോഡിയിലെങ്കിലും ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യുമ്പോൾ ക്ലാരിറ്റി വരുമല്ലോ. ഉദാഹരണത്തിന് അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക്, ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് തടസ്സം ഉണ്ടാകുന്നത് പോലെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹം കൊണ്ട് ഞങ്ങളോടൊന്ന് അറിയട്ടെ, ഞങ്ങൾക്ക് ഓരോ തിരുത്തണമല്ലോ. അപ്പം അതൊരു വിശാലമായ ഒരു ചർച്ച വേണ്ടേ? ആ ചർച്ച നടന്നിട്ടില്ല. ഇനി ആ ചർച്ച ഇനിയും നടക്കാതിരിക്കേണ്ട കാര്യവുമില്ല. പ്രത്യേകമായി ഈസ്റ്റർ വിരുന്നുകളിൽ പങ്കെടുക്കുന്നു, പിതാക്കന്മാരെ സന്ദർശിക്കുന്നു, പിതാക്കന്മാരെ കാണുന്നു, ഇത്തരത്തിലുള്ള നടപടികൾ നടത്തിയത് BJP നേതാക്കളാണ്. ആ സമയത്തൊക്കെ സഭാപ്രതിനിധികൾ, ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊക്കെ സ്വാഗതം ചെയ്തതും കണ്ടതാണ്. ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ കൂടുതലുമായി ഉണ്ടായത് ക്രൈസ്തവ വിഭാഗങ്ങളിലാണ്. ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്തെടുക്കാനാണ് BJP-യുടെ ഭാഗത്ത് ശ്രമം ഉണ്ടായത്. അതേ BJP-യാണ് ഇപ്പോൾ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുകയും ചെയ്തത്. ശരിക്കും പറയുന്നത് ഇരട്ടത്താപ്പല്ലേ BJP-യുടെ ഭാഗത്തുണ്ടാകുന്നത്? താങ്കൾ പറഞ്ഞതിനകത്താണ് സത്യമുണ്ടല്ലോ. പറഞ്ഞതുപോലെ തന്നെ കിരൺ റിജു അല്പസമയം മുമ്പ് പറഞ്ഞത് ഇനി ചർച്ച ചെയ്യേണ്ട ഈ വിഷയത്തിൽ നിന്നാണ്. അപ്പോ ഇന്ന് വൈകിട്ട് CBC-യുടെ യോഗം ചേരുന്നുണ്ട്. ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു ഈ വിഷയത്തിലേ. ഇപ്പോ അല്ലാതെ സഭയായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യം അത് പാർലമെന്റ് ചർച്ച ചെയ്താൽ മതി എന്നുള്ള നിലപാട് മാത്രമല്ല, ഇനിയിപ്പോ അതിനെ ചർച്ചകൾ ഇല്ലാതെ പോയത് അല്ല, അദ്ദേഹം അല്ലല്ലോ ഈ രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരി. അതിന് മുകളിൽ ആളുകളില്ലേ? രാജ്യത്തെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്ന ആളുകൾ നമുക്ക് രാജ്യത്തില്ലേ? അവരതേക്കുറിച്ച് പറയട്ടെ. പ്രധാനമന്ത്രിയിലാണോ പ്രതീക്ഷ? നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ കാര്യത്തിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ ഈ വിഷയത്തിൽ ചേർത്ത് നിർത്തിയതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. വ്യക്തമല്ലേ? അപ്പോൾ അത് ചേർത്ത് നിർത്തണം. അപ്പോൾ അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ എല്ലാം കൂടെ വോട്ടെടുത്തിട്ട് നിയമം ഉണ്ടാക്കാനൊന്നും അന്നല്ല പറയുന്നത്. ഇതൊരു ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്കയുടെ അടിസ്ഥാനം എന്താണെന്ന് ചർച്ച ചെയ്യണ്ടേ? എന്തോ അത് ഈ സംഭവത്തിൽ മിനിഞ്ഞാന്നത്തെ കാര്യമല്ലേ ഇത്? അപ്പോൾ അദ്ദേഹം മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് ആശങ്കയ്ക്ക് യാതൊരു ആവശ്യവുമില്ല എന്നാണ്. നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളും. ആശങ്ക ഉണ്ടാക്കാന്ന് പറയുന്നു, ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതുമാണ്. സ്വാഭാവിക തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുന്ന ഒരു കാര്യം കൂടിയാവില്ലേ? തെരഞ്ഞെടുപ്പുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി പറയാനുള്ള ഒരു വിഷയമല്ലിത്. ഇത് ഇപ്പൊ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിലും ഈ വിഷയം സംസാരിക്കേണ്ടതാണല്ലോ.
അതൊരു ഈ സമയത്തൊരു ഇതൊരു കാഷ്വൽ കോയിൻസിഡൻസ് ആണ് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത്. ഇനി ആശങ്കകൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം വരുന്നോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവേകം വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്കുണ്ട്. അവരല്ലേ അത് വിനിയോഗിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്താത്ത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായി തെരഞ്ഞെടുപ്പിലൊരു അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുന്ന ഒരു പതിവ് ക്രൈസ്തവ സഭകൾക്കില്ല. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുക, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യരുത്, അങ്ങനെ പറയില്ല. പക്ഷേ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കെട്ടുപണിയിൽ ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ഒരു ചെറിയ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവർ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഈ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു നിയമത്തിന്മേൽ അടിച്ചമർത്തപ്പെടുക, അതറിയാൻ നമുക്കൊരു അവകാശമില്ലേ? അതാണ് പറയുന്നത്. ഇതൊന്ന് റിവൈസ് ചെയ്യണം, ഒന്ന് റീവിസിറ്റ് ചെയ്യണം. ഈ ബില്ല് ഞങ്ങൾ കൂടി ഒന്ന് അറിയണം. അല്ല, അതിനെയും കൂടുതൽ കുറച്ചുകൂടി വെളിവായി വരണം. നമ്മൾ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് ഈ എല്ലാം നിരീക്ഷിച്ച ശേഷമല്ലേ നമുക്കറിയുള്ളൂ. പക്ഷേ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്നത് പോലെയുള്ള ഒരു തുടർച്ചയായ ഒരു സമീപനം വരുന്നോ എന്ന് ഒരു ഭയമുണ്ട്. ഈ 2.5% വരുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ എന്തോ രാഷ്ട്രീയ ലക്ഷ്യം? 2.5 അല്ല, നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ 2.5% വരുന്ന ഇവിടുത്തെ ക്രൈസ്തവർ അതിനൊരു എന്താണ് ഉദ്ദേശിക്കുക? പക്ഷേ അതല്ലല്ലോ. ഭരണാധികാരിക്ക് വോട്ട് ചെയ്തോ ഇല്ലോ എന്നുള്ളതല്ല. വൺ സംബഡി ഈസ് എലക്റ്റഡ്, ഹി ഈസ് ദ എലക്റ്റഡ് വൺ റെപ്രസെൻറ്റിങ് എവരി വൺ, അല്ലേ? എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്നയാളാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഉന്നതനായ ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ്, അല്ലേ? നമ്മൾ വോട്ടിൻ്റെ ശതമാനം പറയത്തില്ലയോ? ഓരോരുത്തർക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനം, ആ ശതമാനം പറഞ്ഞല്ലല്ലോ അധികാരത്തിൽ കയറുക. അത് പറഞ്ഞല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അങ്ങനല്ലല്ലോ. വൺ സംബഡി ഈസ് എലക്റ്റഡ്, അദ്ദേഹം രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സമയമൊന്നും അവസാനിച്ച് പോയിട്ടില്ലല്ലോ. ഈ വിഷയം നമുക്ക് അല്പം കൂടി അവധാനതയിൽ സാവകാശത്തിൽ ഒന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ കൂടി മനസ്സിലാകുന്ന ഒരു കാര്യം പറയുന്നതിന് ചർച്ചയില്ല എന്ന് പറയുന്നതല്ലല്ലോ ഒരു കാര്യത്തിൻ്റെ അവസാനം. ചർച്ച ചെയ്യാനുള്ള വഴികൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചർച്ചയല്ലാതെ ഇതിന് പരിഹാരമില്ലല്ലോ. ചർച്ച ഇത് 2ാം പ്രാവശ്യമാണ് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് നല്ല വഴിക്ക് പോട്ടെ. പല നേതാക്കന്മാരെ ഫോൺ എടുക്കുന്നില്ല എന്ന് പല സഭാ മേലധ്യക്ഷന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേന്ദ്ര സർക്കാരിന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ തരത്തിലൊരു അവഗണനയാണ് ഈ സഭയുടെ ഈ വിഷയത്തിലുള്ളതെന്ന് സഭയുടെ അഭിപ്രായമുണ്ടോ? അല്ല, ഞാൻ വിളിച്ച ആരും അങ്ങനെ എടുക്കാതിരുന്നില്ല. അല്ല, അതാ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് അവരോട് തന്നെ അല്ലേ ചോദിക്കേണ്ടിയത്. കാരണം അവർ ആരെ എടുക്കാഞ്ഞതൊന്നും ആരെ വിളിച്ചതൊന്നും എനിക്കറിയാത്തതുകൊണ്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. ഞാൻ വിളിച്ച 2 പേരെ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഈ വിഷയം അവരുടേതായ സമിതിയിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. പിതാവേ, ബില്ലിനെതിരെ പാർലമെന്റിൽ UDF എംപിമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധമൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ UDF അതിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രതിരോധം തീർക്കാൻ ബില്ല് വരികയാണ്. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധം തീർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രതിരോധം തെരുവിലേക്ക് വ്യാപിക്കേണ്ടി വരുമോ? അത് അവരല്ലേ അത് പറയുന്നത്. അല്ല, സഭാ വിശ്വാസികൾ അങ്ങനെ അല്ല, അങ്ങനെ തെരുവിലിറങ്ങി മറ്റൊരു രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നവരല്ലല്ലോ. പക്ഷേ ഈ വിഷയം അല്ലാതെ തന്നെ പരിഹരിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. ഇതൊരു മറ്റൊരു പ്രക്ഷോഭത്തിൻ്റെ ശൈലി ഇതിനെ അവലംബിക്കേണ്ടതില്ല. ഇതൊരു തുറന്ന ചർച്ചയിൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒരു അവധാനതയിൽ കേൾക്കാനും ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ അറിയാൻ വയ്യാത്ത ചില പ്രത്യാഘാതങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാമല്ലോ സംസാരിക്കുമ്പോൾ. അതിന് നമുക്ക് സംസാരിക്കാനുള്ള അപ്പെക്സ് ബോഡി ഉണ്ടല്ലോ. ഞങ്ങളെ വിളിക്കാറുണ്ടല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം
അതുപോലെ തന്നെ ഇന്ന് വിളിച്ച് കൂട്ടി സംസാരിക്കുന്നതിന് എന്താണ് അപാകത? അപ്പോൾ ഇതിൻ്റെ ഒരു അഭാവം ഇതിലുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. ഈ ചർച്ചയ്ക്കുള്ള സമയമൊക്കെ ഉണ്ടോ? നാളെയാണ് ചർച്ചയ്ക്കുള്ള സമയമൊക്കെ ഉണ്ടോ? നാളെയാണ് ഇത് വീണ്ടും സഭ പരിഗണിക്കുന്നത്, പാസ്സാക്കുന്നതിന് വേണ്ടി ചർച്ചയ്ക്കുള്ള സമയമുണ്ടോ? നമ്മളുണ്ടാക്കിയ സമയക്രമം അല്ലല്ലോ ഇത്. ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഒരു ദേശത്തുള്ള ജനവിഭാഗത്തെ ബാധിക്കുന്നുവെന്ന് കാണുമ്പോൾ അതിൽ ഇടപെട്ട് സമയം നിശ്ചയിക്കുന്നത് ആരാ? ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ MP-മാരെവിടെയാണ്? അവർ പാർലമെൻറ്റിൽ ഇല്ലാത്ത ഒരു സമയത്താണോ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്? ഇതൊന്നും അറിയാത്ത ആളുകളാണോ ഈ പാർലമെൻറ്റിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം പിന്നെ ഈ ആശങ്കയ്ക്ക് മേൽ ആശങ്ക എന്ന് പറഞ്ഞതുപോലെ വരുന്നു. ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ഭരിക്കുന്നു, നിയമം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ നിയമം പാസ്സാക്കുന്നതിന് വലിയ തടസ്സമില്ലാതെ നടക്കും. പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു പുതിയ നിയമം നമ്മളെ എല്ലാ വിഭാഗത്തെയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എടുക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. സംശയാസ്പദമല്ല, ഇതായിരുന്നില്ല മെച്ചപ്പെട്ട സമയം. അതായത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം സഭകളുടെ ആശങ്ക അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇവരെ കാര്യം ബോധിപ്പിച്ചു. ഇത് നാളെ വീണ്ടും പാർലമെന്റ് പരിഗണിക്കാനിരിക്കുന്നു. ഇനിയും സഭയ്ക്ക് ഇതിൽ പ്രതീക്ഷയുണ്ടോ? ഇതിലൊരു പുനർവിചിന്തനം ഉണ്ടാകും എന്നുള്ള കാര്യം? നാളത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് നാളെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്ത് സംഭവിച്ചു എന്ന്. ഇനി ഇത് ഒരു ക്ഷമാപൂർവം അല്ലെങ്കിൽ അവധാനതയോടുകൂടി ഇതൊന്ന് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിന് ഇനി സമയമുണ്ടല്ലോ. നമ്മുടെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ടവരെ സമീപിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഡൽഹിയിലും ഒക്കെ ആയിട്ട് തന്നെ. അതായത് ഇതൊന്ന് അല്പം കൂടി സാവകാശത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണം, ഒന്ന് റീവിസിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് സാധിക്കുകയാണെങ്കിൽ നമുക്ക് സമയമുണ്ട്. ഇപ്പോഴങ്ങനെ ഒരു പോസിറ്റീവായി മാറ്റിവെക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നത് കേരളത്തിലെ കോൺഗ്രസും CPM-മാണ് ഇത്തരത്തിലൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയിലേക്ക് ഈ ഒരു FCRA മാറ്റി ഗവൺമെന്റിനെ മാറ്റുന്നതെന്ന് പറയുന്നത്. പ്രധാനമായും ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് ഒരിക്കലും ക്രൈസ്തവ സഭകൾ മാത്രമല്ല, മറ്റ് NGO-കളുണ്ട്. തിരുപ്പതി ക്ഷേത്രമടക്കം ഹിന്ദു ക്ഷേത്രങ്ങളടക്കം FCRA സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രം ഇത്തരത്തിലൊരു പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ മതമേലധ്യക്ഷന്മാരുമായിട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ഈ കത്തോലിക്ക സഭയിലെ ഒരു അപ്പെക്സ് ബോഡിയാണ് CBCI. അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിയാണ് കൂടി അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെ ഹൈദരാബാദിൽ നിന്നുള്ള കർദിനാളാണ് ഇപ്പോൾ CBCIയുടെ പ്രസിഡന്റ്. അപ്പോൾ അവിടുത്തെ സ്വാഭാവികമായും അവിടെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൽ, അവരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഒന്നും പറയാറായിട്ടില്ല. ഇത് CPM-ഓ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് പാർട്ടിയോ ഉണ്ടാക്കുന്ന വിഷയമല്ലല്ലോ ഈ അമെൻമെൻറ്റ് വന്നേക്കുന്നത്. ഈ ബില്ലുണ്ടാക്കിയിരിക്കുന്ന അവരാരും അല്ലല്ലോ. ആ ബില്ല് അതിൻ്റെ പൂർണ്ണമായ രൂപവും അതിൻ്റെ വ്യാഖ്യാനവും നൽകിയിരിക്കുന്നതും ഈ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. ഇതിലെ ചില കൺസേൺസ് അവർ എടുത്തു പറയുന്നു എന്നുള്ളത് കൊണ്ട് അവർ ഈ കാര്യത്തിൽ ദ്രോഹമല്ലല്ലോ ചെയ്യുന്നത്, ഇത് പുനഃപരിശോധിക്കണമെന്നതല്ലേ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒരു ന്യായമായ കാര്യമാണ്. അതേസമയം അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള മുൻ ഗോവ ഗവർണർ റദ്ദാക്കുമെന്ന് പറഞ്ഞതായിട്ട് ഞാനത് വായിച്ചു. അതായത് ചർച്ച നടത്തി, ഇനിയും ചർച്ചകൾ തുടരുമെന്ന്. അപ്പോൾ ചർച്ചയില്ല എന്ന് ഒരാൾ പറയുമ്പോൾ ഈ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട സമുന്നതനായ ഞങ്ങളൊക്കെ ആദരിക്കുന്ന ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നു ചർച്ച തുടരും എന്ന്. അതാണല്ലോ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ. അപ്പോൾ ഗുണപരമായൊരു സമീപനം അതുപോലെയുള്ളത് എടുത്താൽ ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഈ ഇത്രയും പേരുടെ ഒരു ഒബ്സർവേഷനും സജഷനും നമ്മളുടെ കൺസേൺസ് ആങ്സൈറ്റി എല്ലാം അവിടെ അറിയിച്ച സ്ഥിതിക്ക് ഇതിലൊരു റിവിഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി സാവകാശത്തിൽ ഈ കാര്യം ഒന്ന് സംസാരിക്കുന്നതിന് നമുക്ക് സാധിക്കും. സംഭവിക്കുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പം നമ്മുടെ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് വന്നിട്ടുണ്ട്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കണക്കൊക്കെ എടുക്കുമ്പോൾ ഈ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുടെ FCRA ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിസ്സാരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ട്
ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രിഞ്ചൻ്റായ കർക്കശമായ നിലപാടാണ് അടുത്തതിലേക്ക് വരുന്നത്. ഓൾറെഡി നമുക്ക് ഉണ്ടല്ലോ, അതിനെ കുറച്ചുകൂടി മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള അപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ വളരെയേറെ മോശമായതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. അതെ, അതായത് മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സാധനം അത് കയറ്റും. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ ഒരാൾക്ക് വായിക്കാൻ കൊടുത്താലും അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വേണമെങ്കിൽ നിർബന്ധപൂർവ്വം ബൈബിൾ വായിപ്പിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ പ്രാർത്ഥന, ക്രൈസ്തവ സ്ഥാപനങ്ങളിലൊക്കെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയ്ക്ക് നിർബന്ധിച്ചു, എഴുന്നേൽപ്പിച്ച് നിർത്തി. ദിസ് ക്യാൻ ബി എന്താണ് പറയുന്നത്, വളരെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിന് ഉദ്ദേശിക്കുന്ന മതപരിവർത്തനത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ മതപരിവർത്തനം എന്ന് കേന്ദ്ര ഒരു സഹമന്ത്രി പാർലമെൻറ്റിൽ ഇത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ആശങ്ക വർദ്ധിക്കുകയായിരുന്നു. കാരണം ഇതേ ദിശയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലും നമുക്ക് അസ്വസ്ഥത എന്ന് പറയുമ്പോൾ ഈ 2 പുതിയ മെമ്പർമാരെ വെച്ചു ഈ മൈനോറിറ്റി കമ്മീഷനിലേക്ക്. അപ്പോഴൊരു ക്രിസ്ത്യൻ പ്രതിനിധി അപ്പോഴും കഴിഞ്ഞ 5 വർഷമായി അവിടെ ഇല്ല. ദുരുപയോഗിക്കപ്പെടാം എന്നൊരാശങ്ക ഞങ്ങൾക്കുണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അതെ, ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ആളുകളെ ഉൾപ്പെടുത്താത്തത് അത് സത്യത്തിൽ ഒരു അപകടമായിരുന്നു. അതിനാൽ വേറെ എന്തോ ഞാൻ പറയണ്ടേ? എന്തുകൊണ്ടാണ് അതിലൊക്കെ ശക്തമായ പ്രതികരണം? നമ്മൾ എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ എന്നുള്ള ആ ടൈറ്റിലിൽ തന്നെ നമ്മുടെ ഒരു ബലക്കുറവ് മനസ്സിലായില്ലേ? അതായിരിക്കാം. ഈ രാജീവ് ചന്ദ്രശേഖരോ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ഇവരൊക്കെ സഭാ സമ്മേളനത്തോടെ നല്ല ബന്ധമുള്ള ആളുകളാണ്. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഉണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർ പോസിറ്റീവായിട്ടാണല്ലോ സംസാരിക്കുന്നത്, നമുക്കറിയാവുന്നവരായതുകൊണ്ട്. എനിക്കറിഞ്ഞുകൂടാ, ഇപ്പം ഒരുപക്ഷെ അവരൊന്നും അല്ലല്ലോ ഇതിൻ്റെ ഒരു 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 ഐഡിയോളജി ഫിക്സ് ചെയ്യുന്നത്. അതൊക്കെ ആയിരിക്കാം. അവർ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ ഈ കർശനമായ നിയന്ത്രണങ്ങൾ വന്നതിന് ശേഷം, അതായത് ഇപ്പോൾ തന്നെ ഈ നിയന്ത്രണങ്ങളും പ്രതിസന്ധികളും സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്, സഭാ സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്. അതിന്റെ പേരിൽ സ്ഥാപനങ്ങൾ ഫണ്ട് കളിച്ചതിന്റെ പേരിൽ പ്രതിസന്ധിയിലാവുകയോ കൂട്ടിപ്പോവുകയോ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ടോ? ഉണ്ടല്ലോ. അതായത് നമ്മൾ എത്രയോ സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന ഒരു സാമ്പത്തിക സഹായം വിദേശങ്ങളിൽ നിന്ന് വരുന്നത് അത് ഈ അനധികൃതമായ പണമല്ല, ഇത് അസിസ്റ്റൻസ് ആണല്ലോ. ആ വരുന്ന പണം കിട്ടാതെ വരുമ്പോൾ എന്തു ചെയ്യും? മദർ തെരേസയുടെ വേറെ ഉദാഹരണമുണ്ട്. മദർ തെരേസയുടെ ആതുരാലയം പൂട്ടിയത് എന്തിനാ? ഒരു സംശയത്തിൻ്റെ കരുനിഴലിലാണ്. ലോകം മുഴുവൻ അതിനെതിരെ ശബ്ദിച്ചപ്പോഴാണ് വീണ്ടും അവർക്ക് തുറക്കാനുള്ള അധികാരം കൊടുത്തത്. മദർ തെരേസയുടെ ആ ധർമ്മസ്ഥാപനത്തെ സംശയിച്ച ഒരു അവസ്ഥ ഈ ഭാരതത്തിലുള്ളപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്നതാണല്ലോ, എല്ലാവരും കരുതുന്നതാണ് മദർ തെരേസയെ. അതുതന്നെ ഒരു വലിയ എടുത്തു പറയാൻ പറ്റുന്ന ഉദാഹരണമാണ്. അപ്പോൾ ഇത് ദുരുപയോഗിക്കപ്പെടാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയതിനകത്ത് അസാധാരണമായ പവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് വാദിക്കുന്ന വക്കീലും വിധിക്കുന്ന ജഡ്ജിയും അപ്പലേറ്റ് അതോറിറ്റിയും എല്ലാം ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം. നമ്മളെ കേൾക്കാതെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതെല്ലാം ഓൺലൈൻ സർവീസുകളാകുന്നതുകൊണ്ട് മുഖാമുഖം സംസാരിച്ച് വിശദീകരണം പറയുന്നതിന് സാധിക്കില്ല. ഇതെല്ലാം ഓൺലൈനിലാണ് ഇതിൻ്റെ ഒരു ഫീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ FCRA സംബന്ധിച്ചുള്ള വിശദീകരണമൊക്കെ വന്നാൽ. അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ അനേകം ധർമ്മസ്ഥാപനങ്ങളുടേത് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞത് 21,000 കണക്ക് പറഞ്ഞല്ലോ, മൊത്തമായിട്ട് പറഞ്ഞത് 16,000 സംഘടനകളുടെയാണ് ഇത് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ കൃത്യം കണക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പക്ഷേ കത്തോലിക്കാ സഭയുടെ പല രൂപതകൾക്കും FCRA ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ല, ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആലോചിച്ച് എടുക്കേണ്ട ഒരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അതിന് മുൻകൂട്ടി അതിനകത്തൊരു വികാരത്തിൽ അടിമപ്പെട്ട് പറയേണ്ട വിഷയമല്ലാത്തത് കൊണ്ട് അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇത് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ മുൻപോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം,
ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾ ഈ മറ്റാരും കരുതാത്ത ആളുകളാണ്. അനാഥരായിട്ടുള്ളവരെ, ആരും സംരക്ഷിക്കാനില്ലാത്തവരെ, അല്ലെങ്കിൽ ജന്മന ചില രോഗം ബാധിച്ചവരെ, ഓട്ടിസം ബാധിച്ച കുട്ടികളെ, അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ, ഇതൊക്കെ നമ്മളൊരു വിശദീകരണമായിട്ട് പറയുന്നെങ്കിലും ദിസ് ഈസ് എ ലിവിങ് റിയാലിറ്റി. ഈ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ളത്, നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം പുതുതായി ആരും ഏറ്റെടുക്കുന്നില്ലല്ലോ. ആരെങ്കിലും വന്നെടുക്കുന്നുണ്ടോ? പുതുതായി ഒരു പ്രസ്ഥാനവും ഒരു ഗവൺമെൻറ്റും വന്ന് ഏറ്റെടുക്കുന്നില്ലല്ലോ, ഇവരെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തിന് സുരക്ഷയ്ക്ക് തടസ്സമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളെ കൂടി ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇനി രാജ്യസുരക്ഷയ്ക്ക് ദോഷം വരുന്ന കാര്യമാണ് കർശനമായി ശിക്ഷിക്കണം. നമുക്ക് രാജ്യത്ത് വ്യവസ്ഥയുണ്ടല്ലോ, മുഖം നോക്കാതെ ശിക്ഷിക്കണം. അത് ആര് ചെയ്താലും ശിക്ഷിക്കണം. അതിന് സഭകൾക്കൊന്നും ഒരു എക്സെപ്ഷൻ കൊടുക്കണ്ട, അത് ശിക്ഷിക്കണം. പക്ഷേ അത് വാദിക്കുന്നതും വിധിക്കുന്നതും അപ്പലേറ്റ് അതോറിറ്റിയും ഒരാളായിരുന്നാൽ അതിൻ്റെ പേരാണ് ഏകാധിപത്യം. അതാണ് ഈ വലിയ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി പുതിയതിലേക്ക് വരുന്നത്. അവരെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല ആർക്കും, കോടതിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അതോറിറ്റി കൊടുക്കുന്നതിൻ്റെ അത്രയും ഒരു സാധുത ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. എന്തു പറയുന്നു? മനസ്സിൽ തോന്നിയത് എന്താണോ അതാണ് എൻ്റെയും ഉത്തരം. താങ്ക് യു, നിങ്ങളെല്ലാം വന്നതിന് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഓഫ് ചെയ്തെങ്കിൽ ചെയ്തല്ലോ, ഒരു ചായ കുടിക്കാം. നിങ്ങൾ അതിന് നിങ്ങൾ പണിയുണ്ടാക്കില്ലേ? ഔദ്യോഗികമായിട്ട് പറയേണ്ടത് ഇന്ന് വൈകിട്ട് 9 മണിക്കാണ്. പക്ഷേ പ്രസിഡന്റ് ആണല്ലോ അത് പറയേണ്ടത്. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. ചിലപ്പോൾ കാണും. അതിനകത്ത് കയറില്ല, ഞാൻ ബിഷപ്സിന് മാത്രമേ അനുവാദമുള്ളൂ. KCBC മറ്റേത് അവിടെ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് പറയേണ്ടേ? വിശദീകരണം ഉണ്ടോ ഞാൻ പറയാം. ഇതേതായി എന്തോ ഈസ്റ്റർ, ഇതിൻ്റെ കൂടെ ഈസ്റ്റർ പോകുമോ? നമുക്ക് ചായ കുടിക്കുമ്പോഴും ഇംഗ്ലീഷ് ആയല്ലോ എല്ലാവരും ആയല്ലോ, ഇനി വേണ്ടല്ലോ. In the context of the new amendment on the FCRA bill, in the context of the amendment of the new FCRA bill 2026 presented in the Parliament, which gives us certain anxieties. The Christian communities have experienced a sort of anxiety and
little pressure on us as we discharge our duties as missionaries, as well as those who have been building up this nation with our commitment and communion. The new bill with its specific amendments have brought certain anxieties, especially as is presented in the Parliament with a designated point of reference. This is meant for those who are converting, for example. What's it all about? This is in continuation of the FCRA bill established in 1976, later amended in 2010, and then now 2026 as the recent amendment. There is a pressure on those NGOs who have been trying to protect the interest of the vulnerables in India through different services. And more than a court, this designated authority has acquired incredible power to cancel and to take over and to take complete control over the assets which these NGOs have already created. Even if there is only a small portion which you received as a foreign contribution, the whole setup, the whole building, the whole property should be taken by this authority, designated authority, as its supreme power like. So these concerns, these attitudes, which is reflecting in a new bill, naturally invite us to be reflective on the consequences. That is why all the churches, all the major political parties, of course the opposition parties, they raise their concerns on two ways. This is against the minority communities and this is against the human right. How can you take over a property which belongs to somebody else without a proper trial, without even proper listening to them? And this is what is envisaged. And we have been engaging ourselves in the building up of this nation with 100% commitment and deep love for the downtrodden. We are a small community in India, 2.3%. That is a small micro minority in India. And when you examine the history of these churches, we have contributed remarkably, significantly for the good of the community, especially in taking care of the least privileged, those who were abandoned. And with the foreign assistance, one should be able to know the truth and the fact that these underprivileged and the suffering millions have been helped by those financial assistance. What we would like to request the authorities, the central government, please be patient and revisit and let us have an open dialogue, and may you have a very relaxed reflection on the new regulations which you have put forward in the Parliament. Then you will be able to see that you can make it still better. You have all the right to bring in amendments, provided it creates
an atmosphere of unity among people. Back-to-back amendments, do you think any concerns like BJP is trying to target this Christian community? Like, do you think so like that something? What we feel is that in spite of our services in this country, we are not that much taken into consideration for what we have been doing. I don't want to blame anyone, but this should be taken seriously that those who contribute significantly for the well-being of the nation, especially in the field of education, healthcare, and the promotion of women in the villages, and the promotion of the orphans, and the least privileged, these were and these are still our main service fields. And the government should be able to know what good these people have brought in, such a minority community. So that patience and reflection is needed, and I would request the government of India to see that everybody is taken care of in this country by letting them to move freely within the possibility of ensuring our country with all its security and all other care. Was before during this result, no more discussion with like anyone. So will the Cardinal, you or other priests will definitely meet PM Modi and tell about the concerns? If there is a chance, definitely we will meet the Prime Minister and we talk to him. And then Mr. Kiran Rijiju should realize India is the land of dialogue. India is the land of conversation. India is the land where we appreciate sitting close and dialoguing and solving the issue. To that India we also belong to. So this bill is up to discussion tomorrow morning, so there is not much of a time. We don't know the intricacies of this, the time schedule and so on. I see how many MPs are there in the parliament. The opposition party MPs are outside because of the election in different states. But now, what is the need of hurrying up? Is there something going to happen immediately? So the timing and also the way the discussion is going to take place is not that praiseworthy. Did you have a dialogue with any central government representative? I talked to the responsible persons, and they said, of course, they will. First, they say there is nothing to worry. I said that is only a statement. We have our founder anxieties, and that's well. One last question. You said right now there are strict the FCRA amendment and there are rules right now in the country. So is that affecting the Christian community or the churches, schools and all? And do you think is there a violation happening in this current FCRA bill? See, there is now a stringent measure of regulations in FCRA bill. Already we have. And now in 2026 March we have the new one, the amendment. But with the old one, old in the sense that the present one in use, we already have very strict regulations. And sometimes it is not seriously taken with all its depth. That's why, for silly reasons, many FCRAs are cancelled. So that is not fair. There should be also a dialogue, explanation, hearing, and then one should be able to say, because of this we are cancelling. But this is the authority, what is already given to them is something incredible. And now the new regulation is, totally against the human conscience, like.